ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസവും വിശുദ്ധിയും കാക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഭരണകൂടങ്ങൾ തന്നെ ആ വിശ്വാസത്തെ വഞ്ചിച്ച സംഭവങ്ങളാണ് ഇന്ന് വീണ്ടും ചർച്ചയാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് 6 മാസം പിന്നിട്ടിട്ടും കുറ്റപത്രം പോലും സമർപ്പിക്കാനാകാത്തത് ഈ അന്വേഷണം സാധാരണമായ ഒരു വൈകല്യമെല്ലാം മറിച്ച് രാഷ്ട്രീയ ഇടപെടലുകളും ഉദ്ദേശപൂർവമായ വഴിതെറ്റിക്കലുകളും ഉണ്ടായിരിക്കാമെന്ന ഗൗരവകരമായ സംശയങ്ങളാണ് ഉയർത്തുന്നത്. പരമ്പരാഗതമായി ശബരിമലയുടെ ഭരണത്തിൽ പങ്കാളികളായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇക്കാര്യത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഈ വിഷയം ആദ്യമായി ഉയർത്തുകയും ശക്തമായി പിന്തുടരുകയും ചെയ്ത BJP നിലപാട് ഇപ്പോൾ കൂടുതൽ പ്രസക്തമാവുകയാണ്. വിശ്വാസത്തിന്റെയും നീതിന്യായത്തിന്റെയും വിഷയത്തിൽ രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് പകരം സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന ജനാവശ്യമാണ് ശക്തമാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം 6 മാസം പിന്നിടുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. 90 ദിവസം ജയിൽവാസം പൂർത്തീകരിച്ചതോടെ പ്രതികളിൽ ഒരാൾ ഒഴികെ എല്ലാവരും സ്വാഭാവിക ജാമ്യം നേടി ജയിൽ മോചിതരായി. CPM കോൺഗ്രസ് നേതൃത്വങ്ങൾക്ക് ഒരുപോലെ പങ്കുള്ള കൊള്ളയിലെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം തന്നെ അട്ടിമറിച്ചു എന്ന ആരോപണം ശക്തമാണ്. അതേപറ്റി കുമ്മനം രാജശേഖരൻ രൂക്ഷമായാണ് പ്രതികരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJP പ്രതികരിക്കുന്നില്ല എന്നാണല്ലോ കേരളത്തിലെ യോഗങ്ങളിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിന്റെ പങ്കും സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധവും വിസ്മരിച്ചാണ് രാഹുൽ BJP വിമർശിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസിന്റെ സമുന്നത നേതാവ് സോണിയയെ നമ്പർ 10 ജൻപദിലെ വീട്ടിൽ ചെന്ന് പല തവണയാണ് കണ്ടിട്ടുള്ളത്. സ്വർണ്ണക്കൊള്ളിയിലെ മറ്റൊരു പ്രതി ഗോവർദ്ധനും സോണിയയെ കാണാൻ പോറ്റിക്കൊപ്പം നമ്പർ 10 ജൻപദിലെത്തി. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും സോണിയ കാലങ്ങളായി സന്ദർശനാനുമതി നൽകാതിരിക്കുമ്പോഴാണ് വെട്ടിപ്പും തട്ടിപ്പും കൊള്ളയും കൈമുതലാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്ദർശനാനുമതി ലഭിച്ചതെന്നത് ദുരൂഹമാണ്. പോറ്റിയുടെ സന്ദർശനം വെറുതെയായിരുന്നില്ല. 2 തവണ ദർശനത്തിനെത്തിയപ്പോഴും പൂജിച്ച ചരട് പോറ്റി സോണിയയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു. പോറ്റിയുമായി സോണിയയ്ക്കുള്ള അടുത്ത ബന്ധത്തിന്റെ സൂചനയാണിത്. പോറ്റിയെ സോണിയയുടെ അടുത്തെത്തിച്ചത് 2 കോൺഗ്രസ് എംപിമാർ ആണെന്നതും ശ്രദ്ധേയമാണ്. UDF കൺവീനർ അടൂർ പ്രകാശ്, പത്തനംതിട്ട MP ആന്റോ ആന്റണി എന്നിവരാണ് പോറ്റിയെ നമ്പർ 10 ജൻപദിലെത്തിച്ചത്. ഇതിൽ അടൂർ പ്രകാശിന് പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. അദ്ദേഹം പലതവണ പോറ്റിയുടെ വസതി സന്ദർശിച്ചിട്ടുമുണ്ട്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും പോറ്റിക്കൊപ്പം സോണിയയെ 2 തവണ സന്ദർശിച്ചു. പോറ്റി എത്ര തവണ സോണിയയെ കണ്ടിട്ടുണ്ട് എന്നതിൽ വ്യക്തതയില്ല. പുറത്തു വന്നത് 2 തവണത്തെ സന്ദർശന ചിത്രങ്ങൾ മാത്രമാണ്. SIT ശരിയായി അന്വേഷിച്ചാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരും. കോൺഗ്രസിനും സ്വന്തം അമ്മ സോണിയയ്ക്കുമെതിരെ ഇത്രയേറെ തെളിവുകൾ ഉള്ളപ്പോഴാണ് സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത BJP നേതൃത്വത്തെ രാഹുൽ വിമർശിക്കുന്നത്. ശബരിമലയുടെ ഭരണം കാലങ്ങളായി കയ്യാളി വരുന്നവരാണ് കോൺഗ്രസും CPM-ഉം. ഇവരുടെ കാലത്ത് നടന്ന അറിയപ്പെടാത്ത അഴിമതി കഥകൾ നിരവധിയാണ്. എന്നിട്ടും ആൾക്കൂട്ടത്തിന് മുന്നിൽ സ്വന്തം തെറ്റ് മറച്ചുവെച്ച് BJPക്ക് മേൽ പഴിചാരുന്ന രാഹുലിന്റെ അപാര തൊലിക്കെട്ടി സമ്മതിച്ചേ പറ്റൂ. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും ഏറെ സമരങ്ങൾ നയിച്ചതും BJP ആണെന്ന കാര്യം ജനങ്ങൾക്കറിയാം. ഇക്കാര്യത്തിൽ വെറും പ്രസ്താവനകൾ ഇറക്കുക മാത്രമാണ് കോൺഗ്രസ് ചെയ്തത്. ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രതികൾ CPM പ്രവർത്തകരാണെന്ന് വ്യക്തമാണ്. അന്വേഷണ സംഘത്തിന് മേൽ സർക്കാർ സമ്മർദ്ദം ഉണ്ടായതോടെ അന്വേഷണം വഴിമാറിയെന്ന കാര്യവും ഉറപ്പ്. തുടക്കത്തിൽ തന്നെ അന്വേഷണം വഴിമാറി. അറസ്റ്റിലായവർ എല്ലാവരും CPM പ്രവർത്തകരും അനുഭാവികളും CITU സർവീസ് സംഘടനയിൽപ്പെട്ടവരുമാണ്. സർക്കാർ ഇടപെടൽ പൊതുജനത്തിനും വ്യക്തമായി കഴിഞ്ഞു. വഴിതെറ്റിയ അന്വേഷണത്തിൽ എങ്ങനെ തെളിവ് ലഭിക്കാനാണ്? നേരായ രീതിയിൽ അന്വേഷണം നടന്നിരുന്നെങ്കിൽ തെളിവ് എപ്പോഴേ കിട്ടിയേനെ. മന്ത്രി കടകംപള്ളിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ശ്രീകോവിൽ പാളികൾ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുഖ്യപ്രതിയുമായ A പത്മകുമാർ പറഞ്ഞിരുന്നു. അക്കാര്യം പോറ്റിയും പറഞ്ഞതാണ്. എന്നാൽ പോലീസ് അന്വേഷണം മനഃപൂർവ്വം ആ വഴിക്ക് പോയില്ല. കടകംപള്ളിയെ SIT ചോദ്യം ചെയ്തു എന്ന മാധ്യമ വാർത്തകളും അവിശ്വസനീയമാണ്. ഈ കൊള്ളയിൽ കടകംപള്ളിക്ക് മുകളിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നാണ് നിലവിലെ സംശയം. പാളികൾ ചെന്നൈയിലേക്ക് എന്ന് പറഞ്ഞ് 2019 ജൂലൈ 19, 20 തീയതികളിൽ ഇളക്കി നേരെ ബംഗളൂരുവിലേക്കാണ് കൊണ്ടുപോയത്.
സന്നിധാനത്ത് നിന്ന് പാളികൾ നേരിട്ട് ചെന്നൈയിൽ എത്തിക്കാൻ വേണ്ടത് ഏറിയാൽ 15 മുതൽ 20 മണിക്കൂർ മാത്രം. പക്ഷേ പാളികൾ ചെന്നൈയിലെത്താൻ എടുത്തത് ഏകദേശം 30 ദിവസം. ഇതിൽ ദുരൂഹതയില്ലേ? എന്നിട്ടും ആ നിലയ്ക്ക് അന്വേഷണം പോയില്ല. എന്തുകൊണ്ട് പോയില്ല? ആരോ അവിടെ തടസ്സം നിന്നിട്ടുണ്ടെന്ന കാര്യം പകൽ പോലെ വ്യക്തം. മാത്രമല്ല, സ്വർണക്കൊള്ളയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോലും അന്വേഷണം നീണ്ടു. ഇടയ്ക്ക് ചെന്നിത്തല പറഞ്ഞ ഒരു ഡി മണിയെ തേടി ദിവസങ്ങൾ കളഞ്ഞു. കൃത്യമായ ഒരു തുമ്പും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ലെന്ന കാര്യം ഈ ഒരൊറ്റ സംഭവം കൊണ്ട് വ്യക്തമല്ലേ? അന്വേഷണത്തിന്റെ ഫലം ഉണ്ടാവണമെങ്കിൽ അന്വേഷണം CBIക്ക് വിടുക തന്നെ വേണം.